കാസർഗോഡ് ജില്ല കേരളത്തിന്റെ വടക്കേയറ്റത്ത് നിന്ന് രാഷ്ട്രീയഗതി കേരളത്തിൽ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ LDF-ന്, 2 സീറ്റുകൾ UDF-ന്. ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും LDF കൈവശം വെച്ചപ്പോൾ കാസർഗോഡും മഞ്ചേശ്വരവും വലതോരം ചേർന്ന് നിന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബലം കാത്ത് മെയ് 4-ന് രാഷ്ട്രീയ കണ്ണുകൾ ഇങ്ങനെ ടെലിവിഷൻ സ്ക്രീനിലേക്കും രാഷ്ട്രീയ ബോധ്യത്തിലേക്കും പോകുമ്പോൾ ഏത് രീതിയിലേക്കാണ് കാസർഗോഡ് വിധി എഴുതിയിരിക്കുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഉദുമ LDF എന്നും കുത്തക മണ്ഡലമാക്കി വെക്കുന്ന ഉദുമ 2021 ബാലകൃഷ്ണൻ പെരിയയും CH കുഞ്ഞമ്പുവും ശക്തമായ പോരിനിറങ്ങി. ഉദുമയിൽ ബാലകൃഷ്ണൻ പെരിയ ഒരു ഫാക്ടറായി പോലും മാറിയ തെരഞ്ഞെടുപ്പ്. എല്ലാ കണ്ണുകളും ഉദുമയിലേക്ക് പോയി. ടെലിവിഷൻ സ്ക്രീനിൽ ബാലകൃഷ്ണൻ പെരിയ മുന്നിൽ എന്ന് പോലും വരാവുന്ന രീതിയിൽ അത്രയും സ്വീകാര്യതയുള്ള ഒരു നേതാവിനെ ഇറക്കി UDF കളം പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചില കാരണങ്ങളാൽ ആ രാഷ്ട്രീയ മണ്ണിന്റെ ഒരു ഡെപ്ത് കൊണ്ട് അത് CH കുഞ്ഞമ്പു എന്ന CPM-ന്റെ സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ ചേർന്ന് നിന്നു. 13,322 വോട്ടായിരുന്നു അന്ന് കുഞ്ഞമ്പുവിന്റെ ഭൂരിപക്ഷം. CH കുഞ്ഞമ്പു തന്നെ ഉദുമയിൽ നിന്ന് ഇത്തവണയും നീലകണ്ഠനെ പരാജയപ്പെടുത്തി 16-ാം നിയമസഭയുടെ പടവുകൾ കയറുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ, സൈബർ ഇടങ്ങൾ, എവിടെയെല്ലാം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു അവിടെ ഇത്തവണ നീലകണ്ഠന് ബാലകൃഷ്ണൻ പെരിയ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നത് പോലെയുള്ള ഒരു എഫക്ട് പോലും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. ഉദുമ ഉരുക്കുകോട്ടയായി ഇടതോരം ചേർന്ന് നിൽക്കുമെന്നുള്ളതാണ്. കാഞ്ഞങ്ങാട് ചന്ദ്രശേഖരൻ, CPI-യുടെ ചന്ദ്രശേഖരൻ 27,139 വോട്ടിന് വിജയിച്ച മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. അന്ന് PV സുരേഷ്, കോൺഗ്രസിന്റെ PV സുരേഷിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നോക്കൂ നിങ്ങൾ, 30,000-നടുത്ത് ഭൂരിപക്ഷമുള്ള LDF-ന്റെ ഉരുക്കുകോട്ട ഇത്തവണ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, CPI-യുടെ മണ്ഡലമാണ്. CPI ഗോവിന്ദൻ പള്ളിക്കാപ്പിലിനെ കൊണ്ടുവരുന്നു. കോൺഗ്രസ് ഷൈജി ഒറ്റപ്പള്ളിയെ കൊണ്ടുവരുന്നു. ഷൈജി പരാജയപ്പെടുന്നു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം നിലനിർത്തുകയോ ഉയർത്തുകയോ പോലും ചെയ്തേക്കാം. അത്രമേൽ വലിയ ഉരുക്കുകോട്ട. തൃക്കരിപ്പൂരിൽ M രാജഗോപാലൻ CPIM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. 2021 MP ജോസഫാണ് UDF സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. 26,137 വോട്ടിനാണ് CPM സ്ഥാനാർത്ഥി M രാജഗോപാലൻ അന്ന് 15-ാം നിയമസഭയുടെ പടവുകൾ 2021 വിജയിച്ച് കയറിയത്. ഇത്തവണ CPIM മാറ്റി പരീക്ഷിക്കുന്നു. അവിടെ സാമുദായിക ഫോർമുല വർക്കൗട്ട് ആവുന്നു. മുസ്തഫ, VPP മുസ്തഫ CPIM സ്ഥാനാർത്ഥി, സന്ദീപ് വാര്യർ എന്ന പൊളിറ്റിക്കൽ ഫാക്ടറിനെ അവിടെ VPP മുസ്തഫയ്ക്കെതിരെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷ വോട്ടുകൾക്ക് പോലും സ്വാധീനിക്കാൻ കഴിയുന്ന സന്ദീപ് വാര്യർ. പക്ഷേ തൃക്കരിപ്പൂരിൽ കഴിഞ്ഞ തവണ ഉദുമയിൽ ഉണ്ടായതുപോലെ ഒരു ഇമ്പാക്ട് ഇവിടെ സന്ദീപ് കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ബാലകൃഷ്ണൻ പെരിയയെ പോലെയുള്ള ഒരുപാട് പ്രാദേശിക ജില്ലാ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേര് പറഞ്ഞെടുത്തു നിന്നാണ് സന്ദീപ് വാര്യരെ കെട്ടിയിറക്കിയത്. പക്ഷേ മുമ്പെങ്ങുമില്ലാത്തതുപോലെയുള്ള ഒരു ഒത്തിണക്കത്തോടെ ബാലകൃഷ്ണൻ പെരിയയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് വേണ്ടി വിജയിപ്പിക്കാൻ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ CPM മണ്ഡലം വലതോരം ചേരാനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ്. മറ്റിടങ്ങളിലൊക്കെ UDF-ന്റെ ഒരു സ്വഭാവം വെച്ച് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ജില്ലാ നേതൃത്വത്തിലുള്ള നേതാക്കൾ പ്രവർത്തിച്ച് കാണാറില്ല. പക്ഷേ ബാലകൃഷ്ണൻ പെരിയയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നത് വലിയ പ്രവർത്തനങ്ങളാണെന്നാണ് UDF ക്യാമ്പിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളെല്ലാം. ഒത്തിണക്കത്തോടെ UDF ക്യാമ്പ് പ്രവർത്തിച്ചെങ്കിലും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ എഫക്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. തൃക്കരിപ്പൂരും ചേർത്ത് വെക്കുന്നു ഇടതുമുന്നണി. 2 മണ്ഡലങ്ങൾ സിറ്റിംഗ് ആയി നിൽക്കുന്ന NA നെല്ലിക്കുന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി 2021 ജയിച്ച എടുത്ത് NA നെല്ലിക്കുന്നിനെ മാറ്റി കല്ലത്ര മാഹിൻ ഹാജിയാണ് UDF ലീഗ് കൊണ്ടുവന്ന് പരീക്ഷിച്ചത്. K ശ്രീകാന്ത് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി 12,901 വോട്ടിന് 13,000 വോട്ടിനടുത്താണ് NA നെല്ലിക്കുന്ന് കാസർഗോഡ് ജയിച്ചു കയറിയത്. ഇപ്പോൾ കല്ലത്ര മാഹിൻ ഹാജി അവിടെ അശ്വിനി ML എന്ന BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ലീഗ് കോട്ട നിലനിർത്തുമെന്നുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം LDF CPM അവിടെ ഇല്ല എന്നുള്ളതാണ്. 3-ാം സ്ഥാനത്താണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ലീഗും BJP-യും തമ്മിലാണ് മത്സരം. കഴിഞ്ഞ ടേണിൽ ശ്രീകാന്തിനെ
13,000 വോട്ടിന് പരാജയപ്പെടുത്തി എന്നെ നെല്ലിക്കുന്ന് ലീഗിന്റെ ജയിച്ച സ്ഥലത്ത് ഇത്തവണ മാഹിൻ ഹാജി അശ്വിനി ML എന്ന BJP സ്ഥാനാർത്ഥിയുമായി തന്നെ പോരാട്ടം നടത്തുന്നു. വിജയം ലീഗിന് തന്നെയാണ് രാഷ്ട്രീയ കേരളം എല്ലാ സ്ഥലത്തും വിലയിരുത്തി കാണുന്നത്. മഞ്ചേശ്വരത്ത് ഇത്തവണ സംഭവിക്കുന്നത് വെറും 745 വോട്ടിനാണ് ലീഗിന്റെ AKM അഷറഫ് അവിടെ നിന്ന് ജയിച്ചു കയറിയതെന്നുള്ളതാണ്. AKM അഷ്റഫ് ലീഗിന്റെ 745 സീറ്റിന് വോട്ടിന് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന BJP ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് K സുരേന്ദ്രൻ പോകാനുള്ള സാധ്യതയാണ് മഞ്ചേശ്വരത്ത് കാണുന്നത്. അവിടെ LDF കൃത്യമായ ഒത്തിണക്കത്തോടെ പ്രവർത്തിച്ച് LDF-ഉം ലീഗും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് 2026 തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ളത്. എങ്കിലും LDF-ന് രണ്ടാം സ്ഥാനം മെച്ചപ്പെടുത്തി 2ലേക്ക് എത്താൻ സാധിച്ചാലും ഒന്നാമതേക്ക് എത്താൻ കഴിയില്ല. അവിടെ മഞ്ചേശ്വരത്ത് ലീഗ് കാസർഗോഡിന്റെ രണ്ടാമത്തെ സീറ്റ് ഉറപ്പിക്കുന്നു. AKM അഷ്റഫിന് പകരം AKM അഷ്റഫ് അവിടെ ജയിച്ചു കയറും എന്നുള്ളതാണ്. അപ്പോൾ ലീഗിന് UDF-ന് വേണ്ടി ലീഗ് 2 സീറ്റ് കാസർഗോഡ് മഞ്ചേശ്വരം, LDF-ന് വേണ്ടി ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ. 3-2 തൽസ്ഥിതി കാസർഗോഡ് തുടരും. മെയ് 4 വിധി കാത്ത് കേരളം.